ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള റിനൈസൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെടുക്കാമെന്ന് കേട്ടോ. ഇപ്പം കുറേ ആൾക്കാർക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ്, പ്രത്യേകിച്ച് ഒരു നവോത്ഥാന മേഖലയിലോട്ടൊക്കെ വരുമ്പം പഠിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും. എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടമില്ലാത്തൊരു ഏരിയ ആണ് ഈ ഒരു നവോത്ഥാനം എന്ന് പറയുന്നത്. എത്ര പഠിച്ചാലും എനിക്കത് കൺഫ്യൂഷൻ വരും. പിന്നെ അവിടുന്ന് ഇവിടുന്ന് വലിച്ചു വാരി പഠിച്ചിട്ട് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ, അലമ്പ് പരുവത്തിലായിരിക്കും അവസാനം ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അതവിടെ പഠിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ. ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ തന്നെ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറയാം, ഇതൊരു ക്ലാസ് അല്ല ഒരിക്കലും. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെടുക്കാം എന്നുള്ള കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം ആദ്യം ഒന്ന് എഴുതി വെക്കുക. ഇപ്പം നമുക്ക് റിനൈസൻസ് എടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലീഡേഴ്സ് എത്ര പേരുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എഴുതി വെക്കുക. പറ്റുമെങ്കിൽ അവരുടെ ജനിച്ച വർഷവും കൂടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അന്നും ആദ്യം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ആരൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ പുരുഷന്മാരുടെ കേസിലും ഉണ്ട്, വനിതകളും ഉണ്ട്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടൊന്ന് എഴുതി വെക്കുക. വനിതകൾ തന്നെ നമുക്ക് ഇത്രത്തോളം വനിതകൾ നമുക്കിതിൽ നോക്കാനുണ്ട്, പുരുഷന്മാരും കുറച്ചധികം നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആദ്യം ഇതൊന്ന് നിങ്ങൾ എഴുതുന്ന ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്തത് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് നമുക്ക് കുറച്ചധികം പ്രസിദ്ധീകരണങ്ങൾ ഈ ഒരു ഏരിയാസിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ആ പ്രസിദ്ധീകരണങ്ങളും അതും ഏതൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം നിങ്ങൾക്ക് PSC തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അറിയില്ലെങ്കിൽ ഈ വീഡിയോയിലൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുള്ള കാര്യം ഒന്ന് നോക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റാങ്ക് ഫെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നോക്കിയാലും മതി, ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ റാങ്ക് ഫെയർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ PSC തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്ത് വെച്ചു, ഇന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ള കാര്യം നോക്കി വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയാസിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഐഡിയ വേണമല്ലോ. അതായത് വെറുതെ വാരി വലിച്ച് നമുക്ക് പഠിക്കാൻ സമയമില്ല, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്ത മെത്തേഡ്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് വൊക്കാബ്സ്പീഡിയൻ്റെ PSC PYQ എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറയാം. ഇത് വൊക്കാബ്സ്പീഡിയൻ്റെ ഒരു PYQ എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ടോപ്പിക്ക് വൈസായിട്ട് അവർ 2021 തൊട്ട് 2025 വരെ ചോദിച്ച എല്ലാ PSC ക്വസ്റ്റ്യൻസിൻ്റെയും അല്ലെങ്കിൽ പരീക്ഷകളിലെയും ക്വസ്റ്റ്യൻസ് അവർ ഓരോ ടോപ്പിക്ക് വൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ബുക്ക് എടുക്കുക. ഞാൻ അതാണ് പേഴ്സണലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു നവോത്ഥാന നായകർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ 2 വോളിയമായിട്ട് ബുക്കുണ്ട്. അപ്പോൾ 2 വോളിയത്തിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടത് നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ചെയ്തത്, നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് നമുക്ക് മനസ്സിലാക്കി. പിന്നെ ചെയ്യാനുള്ളത് ഇനി പഠിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫെയർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മെറ്റീരിയലും എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് പഠിച്ചു തുടങ്ങുക. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ കുറേ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പഠിക്കാൻ പാടില്ല. 1 or 2, മാക്സിമം 2 മെറ്റീരിയൽ അത് വെച്ചിട്ട് മാത്രം പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഇനിയും കുറേ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ 1 or 2 മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ട് ഈ ടോപ്പിക്സ് കവർ ചെയ്യുക. ഇനി അതിനുശേഷം ചെയ്യേണ്ടത്, ഇപ്പോൾ ടോപ്പിക്സ് എല്ലാ ആൾക്കാരെയും പഠിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും വർഷങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. ഷോർട്ട് നോട്ട് ആക്കി തന്നെ പഠിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ എക്സാമിനോട് അടുക്കുമ്പോൾ റിവിഷൻ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകുന്നത്. ഓക്കെ, അപ്പം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ സംഘടനകൾ ഒരു ടേബിൾ ആക്കി വെക്കുക. നിങ്ങളുടേതായ രീതിയിൽ ഒരു ടേബിൾ ആക്കി വെക്കുക. അപ്പം ഓരോ സംഘടനകൾ ഉണ്ടാവും, ആരാണ് സ്ഥാപിച്ചത്, ഏത് വർഷമാണ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളൊരു ചെറിയൊരു ടേബിൾ പോലെ ആക്കി വെക്കുക. ഇത് എല്ലാ ആൾക്കാരെയും കവർ ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാകുമ്പം നിങ്ങൾക്ക് ഈ ഒരു ഏരിയ മൊത്തത്തിലൊന്ന് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻസ് ഇപ്പം നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനി ആ PSC PYQs ആ ബുക്ക് ഒന്നുകൂടെ ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരിക്കലും നിങ്ങൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് തീർക്കുക എന്നുള്ള വാശിയിൽ പുറത്തിരുന്ന് പഠിക്കാൻ പാടില്ല. കാരണം ഇത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയയാണ്. അപ്പം ഒരു ദിവസം 1-2 ആൾക്കാരെ മാത്രം വെച്ചിട്ട് പഠിക്കുക. കാരണം നമുക്ക് എക്സാമിന് കുറച്ച് സമയമുണ്ടല്ലോ. അപ്പോൾ 1-2 ആൾക്കാർ ഒരു 15-20 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനെ വെച്ചിട്ട്
ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രം വെച്ചിട്ട് പഠിച്ച് പോവുക, നന്നായിട്ട് റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.